പ്രവാസി പ്ലസിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളി സമൂഹത്തെ കണ്ണീരിലാഴ്ത്തി ദുബായിൽ വാഹനാപകടം. കാർ നിർത്തി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മറ്റൊരു വാഹനമിടിച്ച് മലയാളി യുവതിയും 5 വയസ്സുകാരിയ മകളും മരിച്ചു. കണ്ണൂർ പുതിയാപ്പറമ്പ് സ്വദേശി ആർഷ, മകൾ റൂഹി എന്നിവരാണ് മരിച്ചത്. ദുബായിൽ കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയോടെയാണ് ദാരുണമായ സംഭവം നടന്നത്. സ്വന്തം കാറിൽ സാധനങ്ങൾ വാങ്ങാൻ ടൗണിലേക്ക് പോയതാണ് ആർഷയും മകളും. കാർ നിർത്തിയ ശേഷം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ മറ്റൊരു വാഹനം ഇവരെ ഇടിപ്പിച്ചു തെറിപ്പിക്കുകയായിരുന്നുവെന്നാണ് നാട്ടിൽ ലഭിച്ച വിവരം. ദുബായിൽ വർഷങ്ങളായി ഭർത്താവ് നിഖിലിനൊപ്പം താമസിച്ചു വരികയായിരുന്ന ആർഷ അവിടെ വിജയകരമായി ഓൺലൈൻ ബിസിനസ് നടത്തി വരികയായിരുന്നു. വലിയൊരു കുടുംബ വലയം തന്നെയാണ് ഇവർക്ക് പ്രവാസ ലോകത്തുള്ളത്. നിഖിലിന്റെ പിതാവും സഹോദരനും കുടുംബവും ദുബായിൽ തന്നെയാണ്. കൂടാതെ ആർഷയുടെ സഹോദരി അശ്രിത താമസിക്കുന്ന ഇവരുടെ തൊട്ടടുത്ത ഫ്ളാറ്റിൽ തന്നെയാണ്. ഈ വലിയൊരു ദുരന്തത്തിന്റെ ആഘാതത്തിൽ കഴിയുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനായി നാട്ടിൽ നിന്ന് ആർഷയുടെ പിതാവ് ടി.കെ. പുരുഷോത്തമനും മാതാവ് ഗീതയും അഴീക്കോട് നിന്ന് അടിയന്തരമായി ദുബായിലേക്ക് എത്തിയിരുന്നു. പ്രവാസി കേരളീയർക്കിടയിൽ വലിയ നടുക്കമാണ് ഈ ഒരു അപ്രതീക്ഷിത വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റു ചില വാർത്തകൾ കൂടി പുറത്തുവരികയാണ്. സൗദി അറേബ്യയിലെ അൽ ഖസീം പ്രവിശ്യയിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ മലയാളിയടക്കം 2 പ്രവാസികൾ മരിച്ചു. പാലക്കാട് നെന്മാറ പൂത്തുണ്ടി നെല്ലിക്കാട് സ്വദേശി ഷബ്നം മൻസിലിൽ ഷനൂർ മുഹമ്മദ് എന്ന 30-കാരൻ ഷെരീഫ്, പശ്ചിമ ബംഗാളിലെ ബുദിയ സ്വദേശി 32-കാരനായ അബ്ദുൾ മദീൻ എന്നിവരാണ് മരിച്ചവർ. ക്വാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 11:40ഓടെയായിരുന്നു അപകടം സംഭവിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തെക്കുറിച്ചോ മരിച്ചവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇരുവരുടെ മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി തൊട്ടടുത്ത ആശുപത്രിയിലുള്ള മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് പ്രാഥമിക വിവരം. മുഹമ്മദ് അരീഫ് അതിരുപ്പ ഫാത്തിമ ദമ്പതികളുടെ മകനാണ് മരിച്ച ഷനൂബ്. മറ്റൊരു വാർത്ത, കിസൈൻ വ്യവസായ മേഖലയിൽ റിക്കവറി വാഹനത്തിൽ നിന്ന് വാഹനമിറക്കുന്നതിനുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. റിക്കവറി ട്രക്കിൽ നിന്ന് വാഹനം താഴേക്ക് ഇറക്കുന്നതിനിടെ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് ഡ്രൈവറുടെ മേലേക്ക് പതിക്കുകയായിരുന്നു. അപകടം നടന്ന ഉടൻ ഇയാൾ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടതായി ദുബായ് പോലീസ് സ്ഥിരീകരിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലുണ്ടായ വീഴ്ചയാണ് വലിയൊരു ദുരന്തത്തിന് കാരണമായതെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. അപകട വിദഗ്ധരും തുടർ നടപടികൾ സ്വീകരിച്ചു. ക്രെയിൻ പ്രവർത്തിപ്പിച്ചിരിക്കുന്നതിലുണ്ടായ പിഴവും വാഹനം സുരക്ഷിതമായി ഉറപ്പിച്ചു നിർത്തുന്നതിന് മുൻപ് തന്നെ താഴേക്ക് ഇറക്കാൻ ശ്രമിച്ചതുമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നുമാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. ട്രാഫിക് പട്രോളിംഗ് സംഘം സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കുകയും തുടർന്ന് ആംബുലൻസ്, രക്ഷാപ്രവർത്തക സംഘങ്ങൾ ഇവർക്ക് വേഗത്തിൽ എത്തുന്നതിനുള്ള സൗകര്യമൊരുക്കുകയും ചെയ്തു. പൊതുനിരത്തുകളിലോ നിർമ്മാണ സ്ഥലങ്ങളിലോ ഇത്തരം വലിയ വാഹനങ്ങളും കനത്ത യന്ത്ര സാമഗ്രികളും കൈകാര്യം ചെയ്യുമ്പോൾ അശ്രദ്ധ കാണിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ട്രാഫിക് വിഭാഗം ഡയറക്ടർ ജുമാ സലേം ബിൻ സുവൈദാൻ ഓർമ്മിപ്പിക്കുന്നു. റിക്കവറി വാഹനം പ്രവർത്തിപ്പിക്കുന്നവർ തൊഴിൽപരമായ സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിക്കണം. സമാനമായ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ ഡ്രൈവർമാരും തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. തൊഴിലാളികൾക്കിടയിലും ഡ്രൈവർമാർക്കിടയിലും സുരക്ഷിതമായ പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദുബായ് പോലീസ് ബോധവൽക്കരണ പരിപാടികളും പ്രത്യേക ക്യാമ്പയിനുകളും നടത്തിവരികയാണ്. ഇതിനൊപ്പം ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനായി അപകടകരമായ രീതിയിലുള്ള പ്രവൃത്തികൾ നിരീക്ഷിക്കുവാനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായി അത്യാധുനിക സ്മാർട്ട് സംവിധാനങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളും ട്രാഫിക് വിഭാഗം നടപ്പിലാക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി.